എന്നെ മുൻഭാര്യ എന്ന് വിളിക്കരുത്. ഞങ്ങൾ വേറിട്ട് കഴിയുന്നു എന്നേയുള്ളൂ. അദ്ദേഹത്തിന്റെ നന്മയ്ക്കായി എപ്പോഴും എന്റെ പ്രാർത്ഥനയുണ്ട്. സംഗീതജ്ഞൻ AR റഹ്മാന്റെ ഭാര്യ സൈറ ബാനുവിന്റെ വാക്കുകളാണ്. റഹ്മാനും സൈറയും വേർപിരിഞ്ഞതായി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. ആ പ്രചാരണങ്ങളെയെല്ലാം തള്ളിയാണ് സൈറയുടെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ റഹ്മാന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടവർ. വാർത്താക്കുറിപ്പിലൂടെയാണ് സൈറ ബാനു റഹ്മാന് നന്മ നേരുകയും വിവാഹമോചന വാർത്തകളിൽ വിശദീകരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നെഞ്ചിൽ വേദന അനുഭവപ്പെടുകയും ആൻജിയോ ചെയ്തതായി അറിയുകയും ചെയ്തു. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ആരോഗ്യവാനാണ്. ആശങ്കപ്പെടാൻ ഒന്നുമില്ല. ARന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ ശേഷമാണ് തങ്ങളുടെ ദാമ്പത്യത്തെക്കുറിച്ചും അവർ വിശദീകരണം നൽകിയത്. ഞങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. ഇതുവരെയും ഔദ്യോഗികമായി വേർപിരിഞ്ഞിട്ടില്ല. എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ മാറി നിൽക്കുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷമായി പൂർണ്ണ ആരോഗ്യവതിയല്ല ഞാൻ. അതിന്റെ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന് കൊടുക്കേണ്ടെന്ന് കരുതി. അതുകൊണ്ട് എന്നെ മുൻഭാര്യ എന്ന് വിളിക്കരുതെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ വേറിട്ട് കഴിയുന്നു എന്നേയുള്ളൂ. എപ്പോഴും അദ്ദേഹത്തിന്റെ നന്മയ്ക്കായി എന്റെ പ്രാർത്ഥനയുണ്ട്. ഒരു തരത്തിലുമുള്ള സമ്മർദ്ദവും കൊടുക്കാതെ അദ്ദേഹത്തെ നന്നായി നോക്കണമെന്നാണ് എല്ലാവരോടും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇങ്ങനെയാണ് സൈറയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. വിവാഹമോചന വാർത്തകളിൽ നേരത്തെയും സൈറ ബാനു പ്രതികരിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്നും മുംബൈയിൽ എത്തിയതാണെന്നും അതിനാൽ റഹ്മാനിൽ നിന്നും മാറി നിന്നതാണെന്നുമായിരുന്നു നേരത്തെ അവർ വെളിപ്പെടുത്തിയിരുന്നത്. റഹ്മാൻ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പുരുഷനാണെന്ന് പ്രകീർത്തിച്ച അവർ വ്യാജ ആരോപണങ്ങളും അപകീർത്തികരമായ പരാമർശങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കുറച്ചു മാസമായി ശാരീരികമായി നല്ല അവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ടാണ് ARൽ നിന്ന് ഒന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ഒന്നും പറയരുതെന്നാണ് മുഴുവൻ യൂട്യൂബർമാരോടും തമിഴ് മാധ്യമങ്ങളോടും അപേക്ഷിക്കാനുള്ളത്. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പുരുഷനാണെന്നും സൈറ പറഞ്ഞു. സൈറ ചെന്നൈയിൽ ഇല്ലെങ്കിൽ എവിടെ പോയി എന്നാകും നിങ്ങൾ അന്വേഷിക്കുന്നത്. ഞാൻ ബോംബെയിലാണുള്ളത്. ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ്. ARന്റെ ചെന്നൈയിലെ തിരക്ക് പിടിച്ച ഷെഡ്യൂൾ കാരണം ചികിത്സ നടക്കില്ല. അദ്ദേഹത്തെയോ മക്കളെയോ ആരെയും ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയതാണ് താനെന്നും റഹ്മാന്റെ സ്വകാര്യതയെ എല്ലാവരും മാനിക്കണമെന്നും സൈറ ആവശ്യപ്പെട്ടു. ബേസ് ആർട്ടിസ്റ്റ് മോഹിനി ഡേയുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളും അവർ തള്ളിയിരുന്നു. അദ്ദേഹത്തെ തനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നായിരുന്നു സൈറ വ്യക്തമാക്കിയത്. അത്രയും ഇഷ്ടമാണ് റഹ്മാനെ. അത്രയും അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഈ വ്യാജ ആരോപണങ്ങളെല്ലാം നിർത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചിരുന്നു. ചികിത്സ പൂർത്തിയായാൽ ചെന്നൈയിലേക്ക് തിരിച്ചെത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു. സൈറ ബാനുവിന്റെ അഭിഭാഷക വന്ദന ഷാ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിന് പിന്നാലെയായിരുന്നു ഇവർ വേർപിരിഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചത്. 2024 നവംബറിലായിരുന്നു ഇത്. വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷം സൈറയും AR റഹ്മാനും വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അത്യധികം വേദനയോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിയതെന്നുമായിരുന്നു കുറിപ്പിൽ അറിയിച്ചത്. ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് റഹ്മാനും സോഷ്യൽ മീഡിയയിലൂടെ വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ചു. ദാമ്പത്യം 30 വർഷം പിന്നിടുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നും എന്നാൽ മറ്റൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയതെന്നും അദ്ദേഹം പറഞ്ഞു. തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറക്കുന്നുണ്ടാകുമെന്നും റഹ്മാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. അതേസമയം AR റഹ്മാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മകൻ AR അമീനും പ്രതികരിച്ചിരുന്നു. നിർജ്ജലീകരണം സംഭവിച്ചതിനെ തുടർന്ന് ശാരീരിക അസ്വാസ്ഥ്യം വരികയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തതാണെന്നും അമീൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വെളിപ്പെടുത്തി. പിതാവ് ആരോഗ്യവാനാണെന്നും കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു റഹ്മാനെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അടിയന്തര പരിചരണങ്ങൾ നൽകിയ ശേഷം അദ്ദേഹം ആശുപത്രി വിട്ടിട്ടുണ്ട്.